എനിക്കെന്നാ പറയുള്ളൂ, മോശം 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായി. സോഷ്യൽ മീഡിയ കയറിയൊക്കെ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് കണ്ട്, എത്ര പേര് ലൈക്ക് അടിച്ചേക്കുന്നു, എത്ര പേര് പോസിറ്റീവ് കമന്റ് ഇട്ടേക്കുന്നു. ഈ പറയുന്ന തങ്കങ്ങളേറ്റസ് അങ്ങനെ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ കുഴപ്പമില്ല, ഇൻഫ്ലുവൻസർ സുനാറ്റിയാണ് കുഴപ്പമില്ല. ഇത് കയറി ഭയങ്കര മോശമായിപ്പോയി. അല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? പോസ്റ്റും പിൻവലിച്ച് അത് കാര്യം പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്ത് പിന്നെ അമ്മ വീണ്ടും വീണ്ടും അത് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തെ, താങ്കളുടെ അമ്മ വിഷമിപ്പിക്കുന്ന പോലെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. കവലയിൽ ഇത് ചർച്ചയാണ്, അറിയോ? നായരേട്ടന്റെ കട 101 ചായ ഈ ചർച്ചയുടെ പേര് ഓരോ ദിവസം പൊക്കോണ്ടിരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പോയടാ നീ. എവിടെ? ഞാനെവിടെ പോണ്ട്? ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ അതെന്റെ ക്ലീറ്റോനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്തത്. അതെന്റെ ക്ലീറ്റോന് മനസ്സിലായോ? ആ ക്ലീറ്റോ വെച്ചപ്പോ എന്തായാലും തിരിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അത് നീയും റോസ്മേരി അല്ല, ഇത് തങ്കവും ക്ലീറ്റസുവാ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ ചാകും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നീ എന്നിട്ട് പോയേ നീ എന്തിനാ ഇവിടെ ഇരിക്കണേ? ഇപ്പൊ പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നം എന്താ? അവൻ മുറിവിലോട്ട് ഇങ്ങനെ ഉപ്പ് തേച്ചോണ്ടിരിക്കുന്നു. എന്തിനാ? അതാ ഞാൻ ചോദിക്കണേ, എന്തിനാ? ഇപ്പൊ എന്തിനാ കാര്യം? എന്താ? അതെല്ലാം കഴിഞ്ഞു. മച്ചമ്പ എന്തായാലും ഇലക്ഷൻ പ്രചരണത്തിന് പോയിട്ടുണ്ടെങ്കിലും അത് അത്ര സമനസാലയല്ല, പാവം. അത് ക്ലീറ്റോന് തലവേദന എടുത്തിട്ടാ, അല്ലാതെ വേറെ ഒന്നും. നമസ്കാരം. നമസ്കാരം. തങ്കം സുഖല്ലേ? അങ്ങനെ പോണു. ശശിയേട്ടൻ വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാണോ? അതിന് ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം പോലും ആയിട്ടില്ലല്ലോ. ഡിഡിറ്റിക്കാര് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞ്. നേരത്തെ തുടങ്ങിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നിഷ്പക്ഷരായ കുറേ വോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കാനൊന്നും ഈ പ്രചരണം കൊണ്ടൊന്നും സാധിക്കത്തില്ല. പിന്നെ മാത്രമല്ല, പ്രചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളല്ലാതെ തന്നെ ജയിക്കും. കാരണം ഈ മോളെ പോലെയൊക്കെയുള്ള നല്ല ധാരണയുള്ള കുട്ടികളുണ്ട്, അവരെന്തായാലും ഞങ്ങൾ വോട്ട് ചെയ്യും. പിന്നെ തങ്കത്തിന്റെ പോസ്റ്റ് ഞങ്ങൾ കണ്ടു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങനെ വന്നു പോയതാ. പോസ്റ്റ് ഇട്ടത് തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, പക്ഷെ അതിനകത്ത് മാറ്റർ അത് തെറ്റിദ്ധാരണയല്ല, ശരിയായ ധാരണ അല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള കുറെ പേര് ഷെയർ ചെയ്തില്ലേ പോസ്റ്റ്? ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ലേ, ഷെയർ ചെയ്തിരിക്കാൻ പറ്റുമോ? അതെ. ക്ലീറ്റസ് എവിടെ? അങ്ങനെ വരട്ടെ, അങ്ങനെ അർഹതയുള്ളവർ കിട്ടട്ടെ, അതാണ് നല്ലത്. ഞാൻ മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ വിളിക്കാമേ. ആ പൂരാടൻ ശശിയും 1-2 പാർട്ടിക്കാരും കൂടിയിട്ട് തങ്കത്തിന്റെ വീട്ടിൽ വന്നേക്കണ്. എവിടെ? തങ്കത്തിന്റെ വീട്ടിലേക്ക് വന്നേക്കണെന്ന്. എന്തിനപ്പോ അവരവിടെ വന്ന്? അത് വോട്ട് ചോദിക്കാൻ വല്ല വന്നായിരിക്കും. വോട്ട് ചോദിക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മുമ്പില്, നമ്മുടെ വീട് കഴിഞ്ഞിട്ട് വേണ്ട അങ്ങോട്ട് പോകാൻ. അത് മാത്രമല്ല, അത് വനിതാ വാർഡല്ലേ, സ്ത്രീകളാരും ഇല്ലേ? ഇനി നേതാവില്ലെങ്കിലും വോട്ട് ചോദിക്കാൻ വരാമല്ലോ. നീ എന്തായി പറയണത്? ഇത് നിയമസഭയും പാർലമെന്റും ഒന്നല്ലോ. നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ശരി, എല്ലാ സ്ഥലത്തും എത്താൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ പാർട്ടി പ്രവർത്തകർ ചെല്ലും. ഇതൊരു വാർഡിൽ മെമ്പറായിട്ട് മത്സരിക്കണല്ലേ, ആ വാർഡിൽ എല്ലാ സ്ഥലത്തും ചെല്ലാൻ പറ്റണം. ഇതൊന്നുമല്ലത്. എന്തിനാ ഇപ്പൊ വന്നിട്ടുണ്ടാവുക? ഇതിപ്പോ അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും RDPക്ക് ഗുണമുള്ളൊരു കാര്യമല്ലേ തങ്കം ചെയ്തത്. എന്ത് പോസ്റ്റ് കൊടുത്തത്? ഡിഡിറ്റി ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കണത്. അപ്പൊ അതിനഭിനന്ദിക്കാൻ അഭിനന്ദിക്കാനും ഒരു സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ വന്നായിരിക്കും. അത് ചിലപ്പോ ശരിയായിരിക്കും. ക്ലീറ്റസ് അവിടെ ഉണ്ടോ? ക്ലീറ്റ മച്ചമ്മ ഇവിടെ ഇല്ലാത്ത കാര്യമായി. ഈ കാര്യം പറഞ്ഞാൽ ഇവിടെ ചോരപ്പുഴ അടിക്കാണ് കേട്ടോ. അൻസാറിന്റെ ഭാര്യ മെമ്പർ ആവുന്നതിനേക്കാളും ക്ലീറ്റോയ്ക്ക് നല്ലത് ഈ ചേച്ചി മെമ്പർ ആവുന്നല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ക്ലീറ്റസ് ഒരു പാവത്താനാ, ഒരു ശുദ്ധ പാവം, സത്യസന്ധനാ, ഞാൻ കണ്ടിടത്തോളം. സത്യത്തിലാണ്, പക്ഷെ ഈ വായിട്ടലപ്പാണ് അതല്ല കുഴപ്പമുണ്ടാക്കണേ. ഞങ്ങളുടെ പാർട്ടി യോഗങ്ങളിൽ DDT പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുത്താൽ അപ്പോഴേ ഞാൻ പറയും ക്ലീറ്റസിനെതിരെ വേണ്ടാന്ന്. അല്ലേടാ? ശരി. പിന്നെ ഇന്നലെ കൂടി നേതാവ് പറഞ്ഞല്ലേ ഉള്ളൂ, ക്ലീറ്റോയെ പോലെ ഒരു പരമനാറി ഇല്ലെന്നോ. നിലപാടല്ലേ, നിലപാട് നമുക്ക് എപ്പോ വേണമെങ്കിലും മാറ്റാം, അല്ല ഇരുമ്പലൊക്കെയൊന്നും അല്ലല്ലോ. അതെ, നിങ്ങൾ ഇനി ഇവിടെ കൂടുതൽ നിൽക്കണമെന്നില്ല. ഇവിടുന്ന് ആരും സ്ഥാനാർത്ഥിയാകാൻ പറ്റത്തില്ല. നിങ്ങൾ വേറൊരു സ്ഥാനാർത്ഥിയെ കണ്ടിട്ട് പ്രചരണം തുടങ്ങും, എന്തെങ്കിലും ചെയ്യും. റൊണാൾഡേ, തങ്കം ഇലക്ഷന് നിന്നാൽ
അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. കാരണം ക്ലീറ്റസ് DDT പാർട്ടിയിൽ, തങ്കം RDPയിൽ ആര് വിജയിച്ചാലും അടുത്ത സർക്കാർ വരുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് പാർട്ടിയിലൊരു ഗ്രിപ്പ് കിട്ടും. അത് ഓർത്ത് വെച്ചു. പിന്നെ നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയുകയും ചെയ്യാം. എന്നെ ഒന്ന് വിളിക്കുക. ആ തീരുമാനം നമുക്ക് മാറ്റാൻ സാധ്യത ഉണ്ടെങ്കിൽ പറയുക. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. തങ്കം, ആലോചിച്ച് പറയണേ. അപ്പൊ ഈ പൂരാട ശശി ഇവിടെ വന്നിട്ട് തങ്കത്തിന് സ്ഥാനാർത്ഥിയാക്കണം പറഞ്ഞപ്പോ ഇയൊന്നും പറഞ്ഞില്ല. പറ്റത്തില്ല ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് തീരുമാനം പറയാൻ പറ്റത്തില്ല. തീരുമാനം എടുക്കാണ്ട് മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയട്ടെ. അപ്പൊ നീ ക്ലീറ്റോനെ വിളിച്ച് പറഞ്ഞില്ലേ ഈ കാര്യം? ഇല്ല, പറഞ്ഞില്ല. അത് മറ്റെങ്ങനാലും അറിയുമല്ലോ. അതെ, ക്ലീറ്റോസിന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. അവർ സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് എതിർ പാർട്ടിയുടെ ഭാര്യ സംസാരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നും. ആ സന്തോഷ സൂചകമായിട്ട് അവർ വന്നൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോയി. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഇനി അവനോട് പറയാൻ നിൽക്കണ്ട. വെറുതെ എന്തിനാണ് അടുത്ത വഴക്കാവും. എന്നാലും എതിർ പാർട്ടിയല്ലേ, എതിർ പാർട്ടിയിൽ ഒരാളെനൊക്കെ വന്നിട്ട് സ്ഥാനാർത്ഥിയാക്കണം പറഞ്ഞത് എന്താ നടക്കുന്നത് ഇവിടെ? അച്ഛൻ അറിയണം. പറയണ്ട, അവൾ ആയില്ലല്ലോ, പിന്നെന്താ നമ്മൾ അതിന്റെ പിറകെ പോണെന്തിനാ? പറയണ്ട. അത് തന്നെ ക്ലീറ്റോട് പറയണ്ടേ. ഈ ചേച്ചിയുടെ ഇരിപ്പ് കാണാതൊന്നും ചേച്ചി ഇലക്ഷൻ അങ്ങ് നിന്നു അവരുടെ കൂടെ. ഞാൻ പോസ്റ്റ് ഇട്ടോണ്ടാന്ന് പറയും ക്ലീറ്റോ. നീ അത് വിട്, അത് പറയും. പറയണ്ട. അതെ വരുന്നു. അച്ഛൻ വരുന്നല്ലോ. എന്റെ അമ്മേ, പറഞ്ഞ ലക്ഷണം ഇല്ല മുഖത്ത് കേട്ടോ. കൂളായിട്ട് വരുവാ. നല്ല വിശപ്പേ, കുറെ അലഞ്ഞു. എല്ലാരും കൂടെ എന്താണ് കഴിച്ചോ നിങ്ങളൊക്കെ? പൂരാടം ശശി ഇവിടെ ഇല്ല, വന്നില്ല. വന്നു. നീ എങ്ങനെ അറിഞ്ഞു? ഞാനേ ആ സുലുവിനെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് ഇറങ്ങുന്ന കാര്യം പറയാനായിട്ടൊന്ന് വിളിച്ചപ്പം പറഞ്ഞ് ആ വൃത്തികെട്ടൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞു എന്നോട്. അത് മാത്രമൊന്നല്ല, അവന്റെ കൂടെ 2 വേറെ പാർട്ടി പ്രവർത്തകർ കൂടി വന്നിരുന്നു. അതെന്തിനാ വന്ന്? ചുമ്മാ വന്നിരുന്നോ അറിയട്ടെ ഇടക്ക്? ഈ വാർഡിലെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവളാവോ എന്ന് ചോദിക്കാൻ. അവനത് വന്ന് ചോദിച്ചപ്പോ നിങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന അമ്മാവ ഇതിലൂടെ വന്നത്. അമ്മാവ അവനെ അടിച്ചിറക്കി വിട്ടുവിടും പന്റെ ചെറ്റെ. അവരിവിടെ കാലത്ത് ആരനുഭവിച്ചത്? അല്ല, അത് അവര് അണികള് അത് അവനെ അടിച്ചു കൊടുക്കണ. ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടില്ല. ഈ സമയത്ത് ആവേശം കാണിച്ച് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടല്ലോ അവര് സഹതാപം കൂട്ടിട്ടും പൊട്ടത്തരം കാണിക്കല്ലേ. സ്ഥാനാർത്ഥിക്ക് വേറെ ആരും കിട്ടിയില്ല. സാറ് പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. നമുക്ക് ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാതെ. അതെ, അവനെ എങ്ങനെ ഇവിടെ കാലുകുത്താൻ ധൈര്യം വന്നു? അതെങ്ങനെ ധൈര്യം വന്ന്? ചേച്ചി പോസ്റ്റ് ഇട്ടുണ്ട്. നീ ഒറ്റ ഒരുത്തിയാണോടി? അവള് നിന്നിട്ടില്ലല്ലോ, അവള് നിന്നിട്ട് നമ്മള് തീരുമാനിച്ചില്ലല്ലോ. എന്നാലും അമ്മാവ അവൻ അവസരം ഉണ്ടായിക്കൊടുത്തില്ലേ വന്ന് ചോദിക്കാൻ? സമയമായിട്ടിരിക്കുന്നേ. ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും പാടില്ല. നമ്മൾ എന്തെങ്കിലും അവിവേകം കാണിച്ച് ആ സഹതാപം കൂട്ടിട്ട് അവർക്ക് കിട്ടും. നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഈ നിമിഷത്തില് നീ അടങ്ങിയിരിക്കേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇപ്പോഴത്തെ ഇലക്ഷനെ നമ്മുടെ ഈ DDT പാർട്ടി 100% വിജയിക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ? സാറേ, അപ്പം ഇലക്ഷനൊക്കെ അല്ലേ, 100% ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു 75% സാധ്യത ഉണ്ടോ? എന്താ 25 കുറവെന്താ? 100% വിജയിക്കും. പറയുന്ന കേക്കടാ, നീ അടങ്ങിയിരുന്ന് കേക്ക്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നാട്ടുകാർക്കിടയിൽ ഒരു മുറിവുറപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അൻസാറായിരുന്നു വാർഡ് മെമ്പർ. ഇപ്രാവശ്യം അൻസാറിന്റെ ഭാര്യയാണ് മത്സരിക്കാൻ പോകുന്നത്. അതേലോ, ഇതെന്താണ്, കുടുംബ സ്വത്താണോ ഈ വാർഡ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഒത്തുകളി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തില് നമുക്കൊരു വിശ്വാസമില്ല ഈ 75% തന്നെ കിട്ടുന്നു. അല്ല, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ വോട്ട് കിട്ടി ജയിക്കാൻ ഇത്തിരി പ്രയാസം. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്. അതൊക്കെ ജയിക്കും, ഞങ്ങൾ വോട്ട് പിടിക്കും. അത് ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ചവെക്കും. ഞങ്ങളൊരു സാധ്യതയാണ് പറഞ്ഞത്. അല്ല, ജയിക്കണമെങ്കിൽ അപ്പൊ എന്തെങ്കിലും നല്ല പണിയെടുക്കണ്ടേ? ഇനി ഞാനൊരു സാധ്യത പറയട്ടെ. നിങ്ങളുടെ DDT പാർട്ടി 100% വിജയിക്കാനുള്ള സാധ്യത. RDPക്കാര് ഇവിടെ വന്നല്ലോ. എന്തിനാ വന്നത്? സ്ഥാനാർത്ഥിയാകാൻ. നമ്മൾ അതിന് സമ്മതിക്കണം. RDP പാർട്ടിയുടെ സ്ഥാനാർത്ഥി തങ്കം.
കുഴപ്പമുണ്ടാ നിക്കടാ, നീ അവൻ മുഴുവൻ പറയട്ടെ. എന്തോ നീ പറയണത്? നീ കേക്കതേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ വെറുതെ ഒന്നും പറയില്ലല്ലോ. RDP പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തങ്കം പത്രിക സമർപ്പിക്കുന്നു. എന്നിട്ട് അടുത്ത ദിവസം മുതല് മറ്റുള്ളവർ വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു തുടങ്ങും. ആര്? തങ്കം. തങ്കം വിളിച്ചിട്ട് പറയണം, ഓരോരുത്തരും വിളിക്കണം, വിളിച്ചിട്ട് പറയണം ഞാൻ അന്നേരത്തെ ഒരു ബുദ്ധിമോശത്തിന് ചെയ്തു പോയതാണ്, ഞാൻ നിന്നാ ജയിക്കില്ല, ജയിച്ചാലും എനിക്ക് താല്പര്യമില്ല, എന്റെ ഭർത്താവ് എതിർ പാർട്ടി ആവുമ്പോൾ ഞാൻ ഇതിന് നിൽക്കണം, എനിക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾ വോട്ട് തരണ്ടെന്ന് പറഞ്ഞു തുടങ്ങണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? RDP പാർട്ടി പൂർണ്ണമായും തോക്കും, ഈ വോട്ടൊന്നും കിട്ടാതാവും. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് വേണ്ടെന്ന്, അപ്പൊ ആരും കൊടുക്കും. എന്റെ ഭാര്യ RDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അറിഞ്ഞ പാർട്ടിയിൽ എന്റെ സ്ഥാനവും വില എന്താവും? അളിയ, ഇതൊരു ഉഗ്രൻ രാഷ്ട്രീയ തന്ത്രമാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ DDT പാർട്ടി അന്തസ്സായിട്ട് ജയിക്കും. പിന്നെ ഈ ബുദ്ധി ഉപദേശം ആരാണ് ക്ലീറ്റോ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളിയുടെ സംസ്ഥാന സെക്രട്ടറി വരെ ആക്കും. എന്റെ പൊന്നെ ഏട്ടന്റെ ബുദ്ധിയല്ലേ, ബുദ്ധി രാക്ഷസൻ. ഒരു വെടിക്ക് 2 പക്ഷിയാളിയാ. കണ്ട, വെറുതെ അല്ല അവൻ മെമ്പറായത്. നീ എപ്പോഴും അടുപ്പിലെങ്ങനെ ഇരിക്കണത്? പാവമായതുകൊണ്ടല്ലേ. അതെങ്ങനെ ഇരിക്കുന്നത്? പിന്നെ എനിക്ക് നിക്കാൻ അറിഞ്ഞൂടാ. അതെ തങ്കം, വേണ്ട. ഇനി ഇങ്ങനെ ഒരു അവസരം വരുമ്പോ അത് മുതലാക്ക്. എനിക്ക് പറ്റൂല. എന്റെ പൊന്നെ ഇല്ല 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 ഇല്ല. ചേച്ചി തോറ്റുവാണെന്ന് എനിക്ക് ചേച്ചി തോറ്റാലും കുഴപ്പമില്ല, ചേച്ചി സ്ഥാനാർത്ഥിയാവ്. ഇതൊരു ഭാഗ്യമല്ലേ ചേച്ചി? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കേ, ചേച്ചിയുടെ പോസ്റ്റർ ഈ നാട് മൊത്തം വരും, പല പോസിലുള്ള ഫോട്ടോ. എല്ലാവരുടെയും മുമ്പ് ചേച്ചി രാജ്ഞിയായിട്ടിരിക്കും. സത്യത്തിൽ എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ നിന്നേനെ, ഉറപ്പായിട്ടും ഞാൻ നിന്നേനെ. എനിക്ക് വേണ്ട. സമ്മതിക്കേച്ചി. ഇല്ല, അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നു. സമ്മതിക്കേ. തങ്കം നിൽക്കും. തങ്കം RDPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും. ഞാൻ നിൽക്കൂല. മത്സരിക്കണം. അപ്പം ഒരടം. പാവം, അവന്റെ ഉച്ചന്തലയിലേക്കുള്ള ആണിയാണ് അവൻ ഈ അടിക്കണെന്ന് അറിയണല്ലോ എന്റെ കർത്താവേ. അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ആദ്യത്തെ ഫ്ലെക്സ് ഉയർന്നിരിക്കുകയാണ്. തങ്കം ക്ലീറ്റസ്കി, തങ്കം ക്ലീറ്റസ്കി, RDP. സാറേ, നടരാജ, ആ മുദ്രാവാക്യം വിളി കേൾക്കാൻ എന്തൊരു സുഖം നോക്കിയേ. എനിക്കും എന്റെ ഭാര്യയ്ക്കും RDPക്കാര് ജയ് വിളിക്കുന്നത്. ഇനിയിപ്പോ രമണി ചേച്ചിനെ വിളിക്കും. നമ്പറിൽ അടിച്ചു കൊടുക്ക്. രമണിന്റെ നമ്പർ അടിക്കും. ഫോണൊക്കെ മാറേണ്ട സമയമായി കേട്ടോ ചേച്ചി. 040. പറഞ്ഞ പോലെ റിങ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ലേ? റിങ് ചെയ്യുന്നില്ലേ? ഇതെന്തായിരുന്നു ഞാൻ പറയേണ്ടത്? എന്തെങ്കിലും പറ. ഹലോ രമണി ചേച്ചിയേ. വിശേഷമൊക്കെ അറിഞ്ഞില്ലേ? ആന്നേ, അതങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി ചേച്ചി. എനിക്കാണെങ്കിൽ കയ്യും വയ്യ, കാലും വയ്യ, നടുവും വയ്യ, ഫുള്ള് നീരാ. ഇതിപ്പോൾ ഈ ഇലക്ഷനൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി നടക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കതൊന്നും പറ്റുമെന്ന് തോന്നണില്ല. മറ്റുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ കെട്ടിയോന്മാരുണ്ടാവും ഓടി നടക്കാനേ. ഇപ്പം ക്ലീറ്റോ വേറെ പാർട്ടി, ഞാൻ ഈ പാർട്ടി ആയതുകൊണ്ട് എനിക്ക് ആരുമില്ല ചേച്ചി. പിന്നെ ചേച്ചി വോട്ട് ചെയ്തേക്ക്. ജയിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ഒരു സന്തോഷം, മറ്റേ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പ്രസിഡന്റ് ആവേണ്ടി വരൂ എന്നൊക്കെ പറയണ വനിത ആയതുകൊണ്ടേ. അപ്പം പിന്നെ കാറൊക്കെ കിട്ടും. പിന്നെ ഞാൻ ആരല്ലേ. ശരി, എന്നാ വോട്ട് ചെയ്തേക്കണേ. ഇപ്പൊ തന്നെ ചെയ്യും.
ആ കുടുംബത്തെ പൊട്ടേ പോയി. പറഞ്ഞ് എനിക്ക് കൈയും കാലൊക്കെ വേദനിക്കുന്നുണ്ട് ഇപ്പൊ. അതെ ഇനി അടുത്തത് എന്താ അറിയോ? കൈയും കാലും വേദനയുടെ കാര്യം നിന്നെ പറയണ്ടായിരുന്നു. രവിയേട്ടൻ ഇയാള് ഗൾഫിലായിരുന്നു. ഇപ്പൊ ഗൾഫിലൊക്കെ നിർത്തിയിട്ട് നാട്ടിലൊരു കട ഇട്ടിരിക്കുകയാണ്. ഇയാളുടെ മകനാണ്. ചേട്ടാന്ന് വിളിച്ചാൽ മതിയോ? ആ രവിചേട്ടൻ പ്രായമുണ്ട്. ഇയാളുടെ മകനാണ്. എൻ്റെ MDMA ഇത് പിടിച്ചിട്ട് അകത്താണ്, സ്റ്റേഷനിലാണ് ഇപ്പൊ മകൻ. അപ്പൊ അതും കൂടി കൂട്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാന്ന് പറ. ഇറക്കാന്ന് പറഞ്ഞാ ഒരു വോട്ടെങ്കിലും കിട്ടട്ടെ ചേച്ചി. നമ്പർ നോക്കി വിളിക്കേ രവി. വെറുക്കണട്ടോ എന്റെ കോള് കേട്ട് കഴിഞ്ഞാൽ വെറുക്കണം. എന്തായിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ. വെറുതെ ചേട്ടൻ. ഹലോ രവിചേട്ടാ, തങ്കമാണ് ക്ലീറ്റോന്റെ ഭാര്യ. ADMK പിടിച്ചിട്ട് മോനെന്തായി? MDMA പിടിച്ചിട്ട് മോനെ എവിടെ, എന്തായിപ്പോ? ഇറങ്ങിയവൻ? അത് പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ തലതെറിച്ചതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചു ദിവസം കിടക്കട്ടേന്നേ. അങ്ങനെ തെറ്റില്ലെങ്കിൽ എങ്ങനെയാ? തെറ്റില്ലെങ്കിൽ എങ്ങനെയാ പിന്നെ അവനെ പോലീസ് പിടിച്ചെന്തിനാ? രവിചേട്ടാ, മക്കളായാലുണ്ടല്ലോ, മക്കളെ നമുക്ക് സ്നേഹിക്കാം, പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യരുത്. അവർ തെറ്റ് കണ്ടാൽ നമ്മൾ ശാസിക്കണം. അത് ഒലക്കൊക്കെ അടിക്കേണ്ടതാണെങ്കിൽ ഒലക്കൊക്കെ അടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തലതിരിഞ്ഞു പോകും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. RDPയിൽ വോട്ട് ചെയ്തേക്കണേ. ശരി എന്നാ. അപ്പൊ ആ 3 വോട്ടും പോയി. അതും പോയി. അവിടെ 4 വോട്ടില്ലേ? അവന് കിട്ടില്ല, മറ്റു 3 വോട്ട്. എന്റെ ചേച്ചി എന്തിനാ ചേച്ചി ഈ പരിപാടിക്ക് നിൽക്കണത്? ചേച്ചി ഇതാരും ഇങ്ങനെ വിളിച്ച് പറയണ്ടേ ചേച്ചി. പിന്നെ ചേച്ചി ജയിക്കട്ടെ, അതാ എന്റെ ആഗ്രഹം. എന്തുവാണ് അമ്മാവ? ജയിച്ചു കഴിഞ്ഞ ചേച്ചി പിന്നെ ആരാ ചേച്ചി? എന്ത് ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മൊത്തം നമ്മുടെ ഈ വീടിന്റെ മുറ്റത്ത് ക്യൂ ആയിരിക്കും. ഓരോ ആവശ്യത്തിന് തങ്കത്തിന് ഒന്ന് കാണട്ടെ, തങ്കത്തിന് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ ഓരോ ആവശ്യത്തിന് ചേച്ചിനെ എങ്ങനെയാ കൊണ്ടുപോകണത്? ഇവിടുന്ന് കാറിന് കൊണ്ടുപോകും. പിന്നെ ചേച്ചിനെ ആരൊക്കെയാ വിളിക്കാൻ പോണത്? കളക്ടർ, RDO, പിന്നെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ചേച്ചിനെ വിളിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ചേച്ചിയാ പ്രസംഗിക്കേണ്ടത് സ്റ്റേജിൽ കയറിയെന്ന്. വല്ല സിനിമാ നടന്മാരും ഒക്കെ വരുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ അവര് സൈഡിൽ ഇരിക്കും, ചേച്ചി പ്രസംഗിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നില്ലേ. പിന്നെ എങ്ങാനും ചേച്ചി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലോ? ചേച്ചിയുടെ ഒരു മിടുക്ക് വെച്ചിട്ട് ചേച്ചിനെ ഉറപ്പായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ചേച്ചിക്ക് സ്വന്തമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ബോർഡ് എഴുതിയ കാറ് വരെ ഉണ്ടാവും. നീ എന്തിനാ? എന്ത് ഇവള് തോൽക്കാൻ വേണ്ടി പറയാൻ വേണ്ടിട്ട് ഇരിക്കുകയാണോ അവളെ ജയിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്? എന്റെ ആഗ്രഹം ചേച്ചി ജയിക്കണമെന്നാ. അവൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്റെ മനസ്സ് മാറ്റാൻ വന്നിരുന്നു. ക്ലീറ്റോ കയറി തൂങ്ങും. നീ ഒന്നും മിണ്ടായിരുന്നേ. അടുത്ത നമ്പർ പറ. സാറേ, ഞങ്ങൾ ക്യാമ്പയിനിങ്ങിൽ തന്നെയാണ്. ഓ ഇല്ല എല്ലാരും ഉണ്ട്. പിന്നൊക്കെ അറിയാലോ, നമ്മുടെ പാർട്ടി അറിയാലോ, DDT പാർട്ടി. അത് തന്നെ. ഇപ്പൊ ആൾക്കാരെ ഇത് വെച്ചിട്ട് നല്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ. ഇല്ല, നമ്മൾ ന്യായമായൊരു ഭൂരിപക്ഷം ഉണ്ടാവും സാറേ. പിന്നെ ഉറപ്പല്ലേ? ആ രീതിയിൽ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കണുണ്ട്. ഉണ്ട്. അൻസാറും നടരാനും എല്ലാവരും ഉണ്ട്, പുരുഷനും ഒക്കെ ഉണ്ട്. സാറേ വൈകിട്ട് കാണാം വൈകിട്ട് കാണാം. അപ്പോൾ കൂടെ സാർ ടെൻഷൻ സാറിന് ഭൂരിപക്ഷം എങ്ങനെയാന്നുള്ളതാണ് സാറിന്റെ ടെൻഷൻ. അല്ല, സാറിന് ടെൻഷൻ ഉണ്ടാവും. കാര്യം സാറ് ഫീൽഡിൽ ഇറങ്ങുന്നില്ലല്ലോ. ഫീൽഡിൽ ഇറങ്ങുന്ന നമ്മളെക്കാൾ ടെൻഷൻ സാറിനുണ്ടാവും. വേണം, മുതിർന്ന നേതാക്കളല്ലേ, എന്ത് വന്നാലും അവരെ അല്ലേ ബാധിക്കണം. സുധാകരന്റെ വീട്ടിലെ 4 വോട്ട് നമുക്ക് കിട്ടും. സുധാകരന്റെ വീട്ടിലെ 4 വോട്ട് പോരാ. ആ പ്രദേശം സാറേ പറഞ്ഞു പോകുന്നത് അതിന്റെ തൊട്ടടുത്താണല്ലോ നിന്റെ മറ്റേ മാമാടെ സംബന്ധം ജമാലിയാക്കയുടെ വോട്ട് കിട്ടത്തില്ല. അയാൾ RDPയുടെ വലിയ പുലിയാ. പിള്ളേരും ചെയ്യും.
നീ ആ താത്തായെ കൊണ്ടൊന്ന് പറഞ്ഞ് ആ കാക്കായും കൂടെ ഇതിലോട്ട് വോട്ട് പോവാൻ ചെയ്യിപ്പിക്കും. നടക്കത്തില്ല അത് നമ്മൾ കിട്ടാത്ത വോട്ടിന്റെ പുറകെ പോകണ്ട അങ്ങനെ കിട്ടാത്ത വോട്ട് നമ്മൾ പിടിക്കണം, കിട്ടണ വോട്ട് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പല്ലേ? അങ്ങനെ അത് അങ്ങനെ ക്യാൻവാസ് ചെയ്യണം. അത് നോക്കാം നമുക്ക്. അല്ലെ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ശരി ഒരു 150 വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് ഉറപ്പാണ്. നമുക്ക് നായരുടെ കടയിൽ പോയി പൂരിയും കടലക്കറിയും കഴിക്കണം. എന്തിന് പൂരിയും കടലക്കറിയും. ഇതിൽ 150 വോട്ടിന്റെ ഭൂരിപക്ഷമായുണ്ട്. ഓ വയറ് കാലിയാക്കി രാവിലെ അങ്ങ് ഇറങ്ങിക്കോ. എന്റെ നടരാജ, ഇലക്ഷൻ കഴിയൊക്കെ റിസൾട്ട് വരട്ടെ, നമ്മൾ ജയിച്ചിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. ഊരിയല്ല, നിനക്ക് ഒരു അണ്ടാവ് നിറയെ ബിരിയാണി മേടിച്ചു തരാം, പ്രശ്നം തീരുമല്ലോ. ആദ്യം അങ്ങോട്ട് ഉഷാറായിട്ട് ഇറങ്ങ്. അല്ലെ 150 ഒന്നും അല്ല. എങ്ങനെ പോയാലും മറ്റവരുടെ പ്രവർത്തനമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടേണ്ട ഒരു വോട്ടും കൂടെ നമ്മുടെ പെട്ടി വന്ന് വീഴും. എങ്ങനെ പോയാലും ഞാൻ ഒരു 300 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. എന്തായാലും തങ്കത്തിന് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കാം. ഞാൻ വിളിച്ച് നിങ്ങൾ തിരക്കാണെന്ന് പറഞ്ഞു, പിന്നെ കുഴപ്പമില്ല. അപ്പോഴേ വേറെ ഒന്നുമല്ല, ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. വോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങളെ വീട്ടിലെ അവിടുത്തെ. അതിപ്പോ അൻസാറിന്റെ ഭാര്യ ആവിനെ നമുക്കറിയത്തില്ലല്ലോ. അൻസാറിനെ പരിചയമില്ലേ? എന്നെ പരിചയമില്ലേ? ഒരു കാര്യം ഞാൻ സാറേ, നാളെ രാവിലെ ആബിദായ സുലുവിന്റെ വീട്ടിലോട്ട് പറഞ്ഞു കൊടുക്കും. നാളെ ഇരുന്ന് ഒരു ദിവസം പരിചയപ്പെടും, എന്നിട്ട് വോട്ട് ചെയ്യല്ല. നമുക്ക് തങ്കത്തിനോടല്ലേ അടുപ്പം, അപ്പൊ പിന്നെ തങ്കത്തിനല്ലേ പറയില്ലേ? അൻസാറിനെ അറിഞ്ഞൂടെ, എന്നെ അറിഞ്ഞൂടെ, DDT പാർട്ടി അറിഞ്ഞൂടെ? എന്നാലും നമ്മുടെ വീട്ടിലൊരു സ്ഥാനാർത്ഥി ഉള്ളപ്പോഴേ ഞങ്ങൾ തങ്കം ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ല, അതെ, ഇതെന്താണെന്നറിയാമോ? ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. അതിപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇലക്ഷൻ കഴിയുമ്പോഴേ അറിയാൻ പറ്റും, ഇതൊരു മഹാസംഭവമാണ്. എന്തായാലും തങ്കം പറയട്ടെ. തങ്കം പറയും, ഞാൻ ചെയ്യുമല്ലോ. തങ്കം പറയാൻ ചെയ്യല്ല, അത് മതി. തങ്കം പറഞ്ഞ നിങ്ങൾ അതൊക്കെ പറയും. അപ്പം മറക്കണ്ട, കാര്യങ്ങൾ ബാക്കി ഒന്ന് നിങ്ങൾ ഇറങ്ങണം 2 ദിവസം നമുക്ക് വേണ്ടി ഇറങ്ങണം കേട്ടാ. അതിനൊക്കെ ഞങ്ങൾ കണ്ടോളാം കേട്ടോ. കേട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 2 വോട്ട് എഴുതാല്ലയോ? രണ്ടല്ല, അവിടെ ആളുകളുണ്ട്. 4 വോട്ട് മമ്മൂട്ടിയുണ്ട് അവിടെ ആ വഴിക്ക് അവിടെ ഒന്ന് കയറി. ശരിയാപ്പം മറക്കണ്ടേ. ഓക്കെ. ഈ റോഡൊക്കെ ടാർ ചെയ്യാനുള്ളത് നമ്മൾ അതൊക്കെ എഴുതി വെച്ചോ. എല്ലാം ഉണ്ട് കാര്യങ്ങളെ. ഇവിടെ ഇനിയിപ്പോൾ അവിടെ പോയി ഒരു 5 വോട്ട് അവിടെ ഉണ്ട്. എന്തായിരിക്കും ആ മഹാസംഭവം? അത് ചേച്ചിക്ക് മനസ്സിലായില്ലയോ? ഡിവോഴ്സ്. നോക്കിക്കോ, ഇലക്ഷൻ കഴിയുമ്പോൾ ആരെങ്കിലും ജയിക്കും, രണ്ടുകൂടെ തമ്മി അടിച്ച് തല്ലിപ്പിരിയും. ഡിവോഴ്സ് ഇപ്പോൾ അങ്ങ് ചെയ്താൽ പോരെ? ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അതെന്താണോ? തങ്ക ചേച്ചി പാർട്ടി മാറിയെന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആയാലേ ക്ലീറ്റോ ചേട്ടനല്ലേ ആകെ നാണക്കേട്. ക്ലീറ്റോ ചേട്ടൻ്റെ പാർട്ടി നാറും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആക്കാൻ വേണ്ടി ഇരിക്കുക. എങ്കിൽ പിന്നെ ഞാൻ തങ്കത്തിനെ ഓട്ടോ കൊടുക്കും, വീട്ടിലേക്ക് കൊടുക്കില്ല. പിന്നെ ഞാനെന്തുവാ അത്രയല്ലോ. Audience.